ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ അവകാശം നൽകുന്നത് ഹിന്ദുമതമാണ്, ഹിന്ദുയിസമാണ്. പ്രശ്നോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്ത് തന്നെയാണ്. അപ്പോ ആ പുരുഷന്റെ മുഖം എന്താണ്, കൈകൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഊരുക്കൾ ഏതൊക്കെയാണ്, പാദം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നാകാൻ പറ്റില്ല. അങ്ങനെ അല്ലതാനും. അത് മനസ്സിലാകണമെങ്കിൽ വെറും വിഭക്തി പഠിച്ച 5ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചാൽ മതി. മനുസ്മൃതി അനുസരിച്ച് തന്നെയാണ് രാജാക്കന്മാർ. ഇപ്പൊ നമ്മുടെ രാമനും ഭരതനും ഇവരൊക്കെ ഭരിച്ചിട്ടുള്ളത് മനുസ്മൃതി അനുസരിച്ച് തന്നെയാണ്, സ്മൃതി അനുസരിച്ചിട്ട് തന്നെയാണ്. രാമൻ എന്തുകൊണ്ടാണ് ബാലിയെ കൊല്ലുന്നത്? ബാലിയെ കൊല്ലാതിരിക്കാനോ? ബാലിയെ കണ്ടാൽ ബാലി രാമന് വിധേയനായിത്തീരും. എന്തുകൊണ്ടാണ് പിന്നെ ഒളിച്ചു നിന്നിട്ട് അമ്പെയ്തത്? സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞപ്പോ അത് ആളുകൾക്ക് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതായിട്ട് കണക്കാക്കി. വാസ്തവത്തിൽ സ്ത്രീക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിയ ഒരു നിയമമാണ് സ്ത്രീ സ്വാതന്ത്ര്യം, അർഹത എന്നുള്ളത്. നമസ്കാരം. കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് ദീർഘിപ്പിച്ച് പോവാതെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് ഒന്നൊന്നായിട്ട് ചോദിക്കാം. ആദ്യം ഒരു ആമുഖമായിട്ടൊരു ചോദ്യം. സാറിന് എങ്ങനെ ഈ സംസ്കൃതത്തോട് ഈ ഒരു താല്പര്യം വരാനോ അത് പഠിക്കാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി? എന്റെ വീട് ഒരു മനയുടെ അടുത്താണ്, തൃശ്ശൂരിലെ ഒരു മനയുടെ അടുത്താണ്. അവിടുത്തെ തിരുമേനിയും എൻ്റെ മുത്തശ്ശനും വളരെ അടുത്ത ആളുകളാണ്. ഈ മനയിലുള്ള ഒരു തിരുമേനിക്കും ദേഷ്യപ്പെടാൻ അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവരൊരു മനുഷ്യനോട് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ ഉപദ്രവിച്ചിട്ട് അവിടെ ഒരാളും പറഞ്ഞു കേട്ടിട്ടുമില്ല. അപ്പൊ ഇവര് ഈ സംസാരിക്കുന്ന സമയത്ത് അതിന് ധാരാളം സംസ്കൃതം ഇങ്ങനെ വരും. പല ഭാഗത്തും അവര് സംസ്കൃതത്തിൽ പല പല ശ്ലോകങ്ങളും ഇവർ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഈ സംസ്കൃതം ഇങ്ങനെ കേട്ട് എനിക്കൊരു പരിചയമുണ്ട്. ഇവരുടെ ഈ സംസാരം, ഈ മുത്തശ്ശനും പിന്നെ അവിടുത്തെ തിരുമേനി തമ്മിൽ. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോ എന്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു, നീ സംസ്കൃതം പഠിച്ചാൽ മതിരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസ്കൃതം പഠിക്കാൻ എനിക്ക് വലിയ പേടിയാണ്. ഞാൻ പറഞ്ഞു, സംസ്കൃതം പഠിക്കാൻ എനിക്ക് വലിയ പേടിയാണ്. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ സംസ്കൃതം പഠിച്ചാൽ നന്നാകും, അതുകൊണ്ട് സംസ്കൃതം പഠിച്ചാൽ എന്ന് പറഞ്ഞിട്ട് എന്നെ സംസ്കൃതം പഠിക്കാൻ വിടുകയാണ് ചെയ്തത്. എന്റെ ഗ്രാൻഡ് ഫാദർ, എന്റെ അപ്പാപ്പൻ മാത്രമേ എനിക്ക് ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏതാണെങ്കിലും അതാണ് ഞാൻ സംസ്കൃതം പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. ചേച്ചി ചോദിച്ചോളൂ. ഞാൻ അതേ ക്വസ്റ്റ്യൻ ഞാനും ചോദിക്കാൻ വരായിരുന്നു. സാറിന് എങ്ങനെയാണ് ഇത്രയും ഒരു താല്പര്യം, ലൈക് ഹൗ ഡിഡ് യു ടേൺ ടുവേർഡ്സ് ദിസ് ഉള്ളത്? എനിവേ യു ഹാവ് ആസ്ക്ഡ് ദാറ്റ്. അപ്പൊ സർ, ഇപ്പൊ ഈ സ്ക്രിപ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങിയ ശേഷം ഏതായിരുന്നു ഓഫ് ദ വേദിക് സ്ക്രിപ്റ്റേഴ്സ് സർ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ വിച്ച് വാസ് ദ വൺ വിച്ച് വാസ് മോസ്റ്റ് ഇൻസ്പയറിംഗ് ഫോർ യു? ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് എല്ലാം ഇൻസ്പയറിംഗ് ആണ്. വേദത്തിലെ മന്ത്രങ്ങൾ അത് നമ്മൾ എടുത്താൽ അത് എത്രയേറെ എന്താണ് പറയാ, വിപുലമായ ആശയം നമുക്ക് തരുന്നതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ രാമായണം പഠിക്കുന്ന സമയത്ത് രാമായണത്തില് രാമലക്ഷ്മണന്മാർ രാവണന്റെ അസ്ത്രമേറ്റ് മോഹാലസ്യപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആ മോഹാലസ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ ആ രംഗത്തുണ്ടായിരുന്ന ജാമ്പവാൻ ഹനുമാനെയാണ് അന്വേഷിക്കുന്നത്. ഹനുമാൻ വായുപുത്രനാണ് നമുക്കറിയാം. ഹനുമാനോടാണ് പറയുന്നത് എന്ത് ചെയ്യണം, ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഔഷധം കൊണ്ടുവരണം. ആ ഔഷധവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹനുമാൻ ഉടനെ തന്നെ പോയിട്ട് എന്താണ് ചെയ്യുന്നത്, ഒരു പർവ്വത ശൃംഗമാണ് കൊണ്ടുവരുന്നത്, അല്ലെ, മരുത്വമലയാണ് കൊണ്ടുവരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ധാരാളം ഓഷധികൾ അതിലുണ്ട്. ഓഷധികൾ എന്ന് പറഞ്ഞാൽ ഔഷധ ചെടികളാണ് അതിലുണ്ട്. അപ്പോ അതിലെ ആ ഔഷധ ചെടികളുടെ പ്രഭാവം കൊണ്ട്, അതിൽ നിന്നുള്ള ഔഷധത്തിന്റെ ഗുണം കൊണ്ട് അവർ രണ്ടുപേരും മോഹാലസ്യം പെട്ടുണ്ടാകും. അപ്പോ വേദം നോക്കുമ്പോ പറയാണ്, ആ വാത വാഹി ഭേഷജം വിവാത വാഹി യദ് രപഹ ത്വം ഹി വിശ്വഭേഷജോ ദേവാനാം ദൂത ഈയസേ. ദേവന്മാരുടെ ദൂതനായ അല്ലയോ വായു ഭഗവാനെ. ദേവന്മാരുടെ ദൂതൻ രാമന്റെ ദൂതനാണ് ഹനുമാൻ. എന്താണ് അങ്ങനെയുള്ള വായു, നീ ഔഷധങ്ങളെ കൊണ്ടുവരിക. വലിയൊരു ഇക്കോളജിയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഏത് വൃക്ഷവും ഏത് പുല്ലും ഏത് ഇലയും ഔഷധമാണ്. ആ ഔഷധം വായു ഗന്ധവാഹനാണ്. ഒരു ഇലയുടെ ഗന്ധം വായുവിനുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ നാനോ പാർട്ടിക്കിൾ അതിലുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ എല്ലാ ഔഷധികളുടെയും ഗുണവുമായിട്ടാണ് വായു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്.
അപ്പോ നമ്മൾ ചുറ്റുമുള്ള എല്ലാ ഇലകളും നമ്മൾ ഭക്ഷിക്കണമെന്നില്ല. ശ്വസിക്കുമ്പോൾ പോലും ഈ വൃക്ഷങ്ങളുടെ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതാണ് ആ വാതവാഹി ഭേഷജം. വേദം പറയുന്ന ഞാൻ അങ്ങ് എന്താണ് ഔഷധ ഗുണങ്ങളെ ഞങ്ങളിലേക്ക് കൊണ്ടുവരും. ഞങ്ങളിൽ നിന്ന് വിവാതവാഹിയത് രപഹ, ഞങ്ങളിലുള്ള രോഗാവസ്ഥകളെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മറ്റോ വാഹസാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ പുറത്തേക്ക് കൊണ്ടുപോവുക. നീ എല്ലാ ഔഷധങ്ങളുടെയും വീര്യവുമായിട്ടാണ് ഞങ്ങളിലേക്ക് വരുന്നത് എന്ന് ഋഗ്വേദത്തിൽ പറയും. അപ്പൊ തന്നെ നമുക്ക് നോക്കാനുള്ള താല്പര്യം ഇങ്ങനെ കൂടും. അതുപോലെ നമ്മുടെ പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്, അപ്സുമേ സോമോ അബ്രവീത് അന്തർവിശ്വാനി ഭേഷജ അഗ്നിം ച വിശ്വശംഭുവം. വെള്ളം നമ്മുടെ പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ ഒരെണ്ണമാണിത്. അതിന് വെള്ളത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നതാണ് മറ്റു പലതും. അപ്പോ ഈ സോമൻ ചന്ദ്രൻ, ചന്ദ്രനാണ് ഓഷധികളുടെ ദേവനായിട്ട് പറയുന്നത്. ഓഷധികൾക്ക് ചന്ദ്രനുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മൾ മരം മുറിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ പറയും, സാറേ ഈ ഇളമ്പക്കം തീർന്നോട്ടെ എന്നിട്ട് നമുക്ക് മുറിക്കാം എന്ന് പറയും. ഇളമ്പക്കം എന്ന് പറഞ്ഞാൽ വാവുമായിട്ട് ബന്ധപ്പെട്ടാ, വാവിനോട് അടുത്ത ദിവസങ്ങളാ. അത് ആ സമയത്ത് മുറിച്ചാൽ എന്തുണ്ടാകും? വൃക്ഷങ്ങള് തടി കുത്തിപ്പോകും. അപ്പൊ ചന്ദ്രനുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലും ചന്ദ്രനുമായിട്ട് എന്തെല്ലാം ബന്ധമുണ്ട് അല്ലേ? ആളുകൾ പറയും ജ്യൗതിഷം എന്നാണ് പറയേണ്ടത്. അത് ഒരു അന്ധവിശ്വാസമാണെന്ന് പറയും. പക്ഷെ എന്താണ്, ചന്ദ്രൻ ഉദിക്കുമ്പോ സമുദ്രത്തില് വേലിയേറ്റം ഉണ്ടാകും. അപ്പൊ എന്തോ സ്വാധീനം അവിടെ ഉണ്ട്. പിന്നെ വാവ് എന്താണെന്ന് ഒരു ആസ്തമാ രോഗിയോട് പറയേണ്ട കാര്യമില്ല. വാവിന്റെ അന്ന് അത്, അപ്പോ ചന്ദ്രന്റെ നില ശരീരത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യം. അതോടൊപ്പം തന്നെ ഈ ഇതിനെക്കുറിച്ച് വനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, വനദേവത വലിയൊരു ഇക്കോളജിയാണ് അവിടെ. ഞാൻ എപ്പോഴും നിർത്തണേ വെച്ചാൽ ആ സമയത്ത് പറഞ്ഞോളൂട്ടെ, ഞാൻ പറയാൻ തുടങ്ങിയത് നിർത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വലിയൊരു ഇക്കോളജി ഉണ്ട് വനദേവത. ബ്രീഫ് ആവല്ലേ? നമ്മൾ ചോദ്യങ്ങളായിട്ട് പോവാണെന്ന് പറയാം. ചോദ്യങ്ങളുണ്ട്, അപ്പൊ സാറിന് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, വേദത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യാത്ത ഒരു ഭാഗം കണ്ടെത്താൻ പറ്റുന്നില്ല. വിശക്കുന്നവന്റെ അവകാശമാണ് ഭക്ഷണം. വേദം പറയുന്നതാ. വസിഷ്ഠൻ കുറെ നാള് ഉപവസിച്ചു കഴിഞ്ഞപ്പോ വിശന്ന് പ്രാണൻ പോകുന്നുള്ള അവസ്ഥ വന്നു. ഉടനെ തന്നെ വരുണന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഭക്ഷണം എടുത്തു കഴിക്കാൻ, വാങ്ങി കഴിക്കാനല്ല. അപ്പൊ എടുത്തു കഴിക്കുക. അപ്പൊ അവിടെ വേലക്കാര് തടഞ്ഞു, പട്ടി കടിക്കാൻ വന്നു. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ പോയി ഉറങ്ങിക്കൊള്ളുക. കാരണം എന്താണ്? പ്രാണൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? ഈശ്വരസ്തുതിയാണ്. കാരണം ഈശ്വരനാണ് പ്രാണൻ തന്നത്. അതിനെ വലിച്ചെറിഞ്ഞാൽ ഈശ്വരനെ നിന്ദിക്കലാണ്. അതുകൊണ്ട് അത് നിലനിർത്തുന്നത് ഈശ്വരസ്തുതിയാണ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതും അന്നം എങ്ങനെയായിരിക്കണം? അമീവഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാവിശൻ സഖാസിശേവ ഏതിനഹ. അല്ലയോ വാസ്തുവിന്റെ അധിപനായിട്ടുള്ള വരുണ, എന്നിലേക്ക് അമീവ എന്ന് പറഞ്ഞാൽ നമ്മൾ അമീബ എന്ന് പറയാറുണ്ട്, രോഗം എന്ന അർത്ഥത്തിലാണ്. അമീവഹ, രോഗങ്ങളെ ഹനിക്കുന്നതാകണം ഭക്ഷണം. സഖാവായിരിക്കണം, നമ്മളോട് സഖീഭാവേന വർത്തിക്കുന്നതായിരിക്കണം ഭക്ഷണം. സുശേവഹ, നമുക്ക് അനായാസമായി സേവിക്കാൻ പറ്റുന്നതാകണം ഭക്ഷണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വിശക്കുന്നവൻ ഭക്ഷണം എടുത്തു കഴിക്കുന്നത് തടയാൻ പാടില്ല. അങ്ങനെ നോക്കിയാൽ ഏത് ഭാഗവും, വേദത്തിന്റെ ഏത് ഭാഗവും ഇൻസ്പയറിംഗ് ആണ്. ഞാൻ ഏറ്റവും അവസാന ഭാഗം പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത്ര ഉദാത്തമായ ഒരു ലോക സങ്കല്പമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഇൻസ്പയറിംഗ് ആണ്. തീർച്ചയായിട്ടും. സാറ് മുമ്പ് സംസാരിച്ചു വരുന്ന സമയത്ത് ഈ പ്രക്ഷിപ്തങ്ങളുടെ കാര്യം പറഞ്ഞു. പല സ്ഥലങ്ങളിലും പ്രക്ഷിപ്തങ്ങളായി പലതും അതെ കയറി വരികയും അത് പിന്നീട് ദുർവ്യാഖ്യാനവും അനാചാരവും ദുരാചാരവും ഒക്കെ ആയിട്ട് മാറുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ പ്രക്ഷിപ്തങ്ങളെ എന്തുകൊണ്ട് അന്നത്തെ ആചാര്യന്മാർ നമുക്കത് എന്താ പറയുക ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അത് ചോദ്യം ചെയ്യില്ല എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിയമസഭ ഒരു നിയമം ഉണ്ടാക്കുക. ആരാണ് നിയമം ഉണ്ടാക്കുന്നത്? അത് അതോറിറ്റിയാണ്. അതായത് നമ്മുടെ ഭരണ സംവിധാനമാണ് അത് ഉണ്ടാക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ആര് വേണം? അതിനെ എതിർക്കുന്ന ഒരാള് ഉണ്ടാവണം. സുപ്രീം കോടതിയിൽ പോയിട്ട് കോടതിയിൽ ഇത് ചോദ്യം ചെയ്യുന്നു ഈ നിയമം. അന്ന് രാജാക്കന്മാര് ആരായിരുന്നു? അവര് അധികവും രാജാക്കന്മാര് എല്ലാ കരുത്തുള്ളവരെ സ്വേച്ഛാധിപതികളായിരുന്നു.
അവരെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് അന്ന് ബലമുണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരതങ്ങോട്ട് ബലമായിട്ട് അതിലങ്ങോട്ട് എഴുതി ചേർക്കും. ഒരാളും ചോദ്യം ചെയ്യാനില്ലാതെ അതങ്ങനെ പോകും. പിന്നെ അവർ പകർത്തി എഴുതാണൊക്കെ. അപ്പൊ അവരെഴുതുന്നതിന് ഇടയ്ക്ക് അവരത് ചേർത്ത് അങ്ങോട്ട് പോയി. അത് ചോദ്യം ചെയ്യാൻ ആളുണ്ടായില്ല. ഇന്നും നമ്മൾ എന്താണ്, ഇന്ന് വളരെ ഇത്ര പുരോഗമിച്ച ഈ കാലത്ത് പോലും ഇത് ചോദ്യം ചെയ്യാൻ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ശരി. വിദേശിക്ക് ചോദ്യം ഉണ്ടോ? ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട് സർ. സ്റ്റാർട്ടിങ്ങിൽ സർ പറഞ്ഞിരുന്നല്ലോ മറ്റേ റിഫോംസ്, ഇങ്ങനെ മാറി വരുന്ന റിഫോംസിനെ പറ്റിയിട്ട്. അപ്പൊ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന ഈ ഏൻഷ്യൻ പഴയ സമയത്ത് ഉണ്ടായിരുന്ന ഏർലിയസ്റ്റ് റിഫോംസ്, ആദ്യത്തെ അത് ഇപ്പോഴും പ്രിവലന്റ് ആയിട്ടുള്ള റിഫോംസ് ഏതായിരിക്കും എന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞ വാട്ട് വാസ് ബ്രോട്ട് അബൌട്ട് അന്ന് നിലവിലുണ്ടായിരുന്നത് ഇന്നും അതേപടി തുടരുന്നത്. എന്ന് അതേപടി തുടരുന്നത് നമ്മുടെ സർവീസ് നിയമങ്ങളൊക്കെ അതേപടി തുടരുന്നതാ. ശരിക്കും ഭൃത്യൻ എന്നുള്ള സർക്കാർ സെർവന്റ് ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വേറെ ജോലികൾക്ക് പോകാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സേവനം അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്തൂണ്, എന്താണ് ഈ ബോസിനോടൊപ്പം ഇരുന്നിട്ടുള്ളതായ ഭക്ഷണം, ഇതൊക്കെ പണ്ടത്തെ നിയമങ്ങൾ തന്നെ. അതുപോലെ ഉപദേശം അനുസരിച്ച് വേണം ഭരിക്കാനായിട്ട്. ആരുടെ? ബ്രാഹ്മണന്റെ ബൃഹത്തായി പറയുന്ന, എലാബറേറ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന ആളുകളുടെ ഉപദേശം അനുസരിച്ചിട്ട് വേണം ഭരിക്കാനായിട്ട്. പിന്നെ ഈ 4 കാസ്റ്റ് എന്ന് പറയുന്നത് 4 വിഭാഗം അല്ലെ? ക്ലാസ് 4, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഇങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെയല്ല ആനുകൂല്യങ്ങളുള്ളത്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? അവിടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് തന്നെ ശമ്പളമോ അത്രയ്ക്കുള്ള ആനുകൂല്യങ്ങളോ താഴെയുള്ളവർക്ക് ഇല്ല. ഈ വിഭജനങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ്. ഓരോരുത്തരുടെയും എന്താണ് ബുദ്ധിശക്തി കൂടുതൽ വേണ്ടടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂടുതൽ അതിനനുസരിച്ചിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്താണ് വ്യവസ്ഥകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് സിവിലിയന്മാർ ആയുധങ്ങൾ കൊണ്ടു നടക്കാൻ പാടില്ല എന്നുള്ള നിയമം, പണ്ടത്തെ നിയമം ഇന്നും അതേപടി ഇരിക്കുന്നു. അങ്ങനെ കൊണ്ടു നടക്കുന്നവനെ ശിക്ഷിക്കുക. ഇങ്ങനെ നോക്കിയാൽ എവിടെ നോക്കിയാലും ഈ നിയമങ്ങളുടെ പ്രാബല്യം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഓഡിയൻസിൽ കേട്ടിരിക്കുന്നവർക്ക് ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. സമയത്തിന്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ചോദ്യങ്ങളൊക്കെ 1-2 പേര് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കാം. സാറ് സംസാരിക്കുന്ന ഇടയ്ക്ക് മനുസ്മൃതിയെ പല പ്രാവശ്യം കോട്ട് ചെയ്തിരുന്നു. അതിൽ ഇപ്പൊ എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നതെന്ന് വരെ എഴുതിയിട്ടുള്ളതെല്ലാം സാർ അത് കോട്ട് ചെയ്തിരുന്നു. പക്ഷേ മനുസ്മൃതി വളരെയധികം ആക്രമിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കത്തിച്ച് വളരെ പ്രതിഷേധമൊക്കെ അറിയിക്കുന്ന രീതിയിൽ എന്തോ വളരെ പ്രശ്നമുള്ളൊരു സാധനമാണെന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. എന്തുകൊണ്ടാണ് മനുസ്മൃതിയെ ആക്രമിക്കപ്പെടാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണത്തിന് വിധേയനാവാനുള്ള കാരണം? അതിന് പ്രധാനമായിട്ട് ആളുകളെ ചൊടിപ്പിച്ചത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള ഒരു ഭാഗമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീപക്ഷം, നമ്മളൊക്കെ സ്ത്രീപക്ഷം പറയുന്നവരാണ്, സ്ത്രീകളുടെ പക്ഷം പറയുന്നവരാണ്. എപ്പോഴും സ്ത്രീകളോട് നമ്മൾ ബഹുമാന കൂടുതലോടുകൂടി സംസാരിക്കുന്നതാണ്. അപ്പൊ അവിടെ ഒക്കെ പറയുന്നത്, സ്മൃതിയിലൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, സ്മൃതിയുടെ നിയമം കാളിദാസനൊക്കെ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രകൃതി വ്യത്യാസമുള്ളവരിൽ ബഹുമാനാതിരേകം വേണമെന്നാണ്. അതായത് പുരുഷ പ്രകൃതി, സ്ത്രീ പ്രകൃതി, ഭിന്ന പ്രകൃതി, ഇങ്ങനെ 3 പ്രകൃതികളാണുള്ളത്. ഈ പ്രകൃതികളിൽ എന്ത് വേണം? ഭിന്ന പ്രകൃതികളുണ്ട്. ഇപ്പൊ ഒരു പുരുഷ പ്രകൃതിയായ ആൾ സ്ത്രീ പ്രകൃതിയായ ആളോട് സംസാരിക്കുമ്പോൾ അവർ ഒരേ ഗ്രേഡിലാണെങ്കിൽ തന്നെ മറ്റേ ആളോട് എന്ത് ചെയ്യണം? കൂടുതൽ ബഹുമാനത്തോടു കൂടി സംസാരിക്കണം എന്നാണ്. 2 SI സംസാരിക്കുക, 2 പേരും ഒരേ ഗ്രേഡിലുള്ള 2 സബ് ഇൻസ്പെക്ടർമാര്, ഒരാൾ സ്ത്രീയും ഒരാൾ പുരുഷനും. അവിടെ എന്ത് ചെയ്യണം എന്നാണ്? ആ സ്ത്രീ ആ പുരുഷനോട് സംസാരിക്കുമ്പോൾ സ്ത്രീ ആയിട്ടുള്ള മറ്റൊരു സബ് ഇൻസ്പെക്ടറോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനത്തോടെ ഈ പുരുഷനോട് സംസാരിക്കണം. ഈ പുരുഷനും മറ്റൊരു പുരുഷനായ SIയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനത്തോടെ ഈ സ്ത്രീയോട് സംസാരിക്കണം. ഇതാണ് നമ്മുടെ നിയമം. അപ്പൊ പൊതുവിൽ എതിർ പ്രകൃതിയെ, ലിംഗം എന്നുള്ളതിനേക്കാളും അവിടെ വാക്ക് ജെൻഡർ എന്നുള്ളതിന് പ്രകൃതി എന്നാണ് കൂടുതൽ ശരി. ലിംഗം എന്ന പദം നമ്മൾ ഭാഷാപരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഗ്രാമാറ്റിക്കലി ഉപയോഗിക്കുന്നതാണ്. ഇത് പ്രകൃതിയാണ്, പുരുഷ പ്രകൃതി, സ്ത്രീ പ്രകൃതി. അപ്പൊ ഇവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞപ്പോ അത് ആളുകൾക്ക് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതായിട്ട് കണക്കാക്കി. വാസ്തവത്തിൽ സ്ത്രീക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിയ ഒരു നിയമമാണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളത്.
സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് പറയാണ്. അവിടെ പറയാണ് പിതാ രക്ഷതി കൗമാരെ. കൗമാരത്തിൽ, അതായത് ചെറുപ്പത്തിൽ, ഇവള് കുമാരിയായിരിക്കുന്ന അവസ്ഥയിൽ ഇവളെ എന്ത് ചെയ്യണം? പിതാ രക്ഷതി, പിതാവ് അവളെ രക്ഷിക്കണം. അടക്കി ഭരിക്കണം എന്നല്ല, രക്ഷിക്കണം. പുത്രോ രക്ഷതി വാർദ്ധക്യം. വാർദ്ധക്യം വരുമ്പോ പുത്രൻ രക്ഷിക്കണം, അടക്കി ഭരിക്കലല്ല. ഭർത്താ രക്ഷതി യൗവനെ, യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കണം. അതുകൊണ്ട് സ്ത്രീ സ്വതന്ത്രയായിരിക്കാൻ പാടില്ല. ഇവിടെ തന്ത്രം എന്ന പദത്തിന് അർത്ഥം തന്ത്ര്യതേ ധാര്യതേ കുടുംബം അനേന ഇതി തന്ത്രം എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തെ തന്ത്രണം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ രക്ഷിക്കുക. അതിനുള്ള എല്ലാ ഉപാധികളുമാണ് ആ കുടുംബത്തിന്റെ തന്ത്രം. ഇപ്പൊ നമുക്ക് ക്ഷേത്രങ്ങളിൽ തന്ത്രിമാരുണ്ട്. ആ ക്ഷേത്രത്തിന്റെ രക്ഷണോപാധികൾ മുഴുവൻ ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? തന്ത്രിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ശബരിമല അല്ല, ഇപ്പൊ നമ്മുടെ ആറന്മുളയിലെ എയറോഡ്രോം വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിന്റെ കൊടിമരം മുറിക്കണം, നമ്മള് കൊടിമരത്തിന്റെ പൊക്കം കുറയ്ക്കണം. അപ്പൊ നമ്മള് ചെന്നിട്ട് എഞ്ചിനീയറോട് ചോദിച്ചാൽ എഞ്ചിനീയർ പറയും അത് പൊക്കം കുറയ്ക്കല്ല, വേണമെങ്കിൽ കടയോടെ ഞാൻ മുറിച്ച് മാറ്റി തരാമെന്ന് എഞ്ചിനീയർ പറയും. പക്ഷെ തന്ത്രി പറയും ആ ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിന്റെ വലിപ്പത്തിന് പ്രൊപ്പോർഷനേറ്റ് ആണ് ആ കൊടിമരം, അതുകൊണ്ട് അത് കുറയ്ക്കാൻ പറ്റില്ല. തന്ത്രിയാണ് പറയേണ്ട ആൾ, എഞ്ചിനീയർ അല്ല. എഞ്ചിനീയർ പറയും, തന്ത്രി പറയുന്നത് വ്യത്യാസം. അപ്പൊ അതുപോലെ ഒരു കുടുംബത്തിന്റെ പൂർണ്ണമായ സംരക്ഷണോപാധിയാണ് ആ കുടുംബത്തിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ഇപ്പൊ കൃഷിയുള്ള ഒരു കുടുംബമാണെങ്കിൽ വയല് ഉഴുന്നതും വിത്ത് വിതയ്ക്കുന്നതും കൊയ്യുന്നതും മെതിക്കുന്നതും എല്ലാം ആ കുടുംബത്തിന്റെ തന്ത്രമാണ്. സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവളുടെ യൗവനാവസ്ഥയിൽ അവൾക്ക് ഈ തന്ത്രങ്ങളെല്ലാം സ്വയമായി കൊണ്ടു നടക്കാൻ പറ്റില്ല. അവിടെ അവൾക്ക് രക്ഷണമായിട്ട് ഭർത്താവ് ഉണ്ടാവണമെന്നാണ്, അല്ലെ? സ്ത്രീ ആവുമ്പോ തന്നെ എന്താണ്, നമുക്കറിയാം മെൻസ്ട്രുവേഷൻ ഉണ്ട്, പിന്നെ എന്താണ് ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും അവൾക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ അവൾക്ക് രക്ഷയായി ഭർത്താവ് ഉണ്ടായിരിക്കണം. സ്വതന്ത്രയല്ല, ആ തന്ത്രം എന്തായിരിക്കണം? ആ തന്ത്രത്തിന് ഒരു രക്ഷണവും കൂടെ വേണം എന്നാണ് പറഞ്ഞത്. അപ്പോ എങ്ങനെയാണ് ഭർത്താവ് രക്ഷിക്കേണ്ടത്? ഭരണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഭരിക്കുക എന്ന് പറഞ്ഞാൽ ടു ഫുൾഫിൽ, ഭരിക്കുക, നിറയ്ക്കുക എന്നല്ല അർത്ഥം. ഭരണി, നിറച്ചു വെക്കുന്ന പാത്രമാണ്. ജലസംഭരണി, നിറച്ചു വെക്കുന്ന. അപ്പൊ ഭരണം എന്ന് പറഞ്ഞാൽ ടു ഫുൾഫിൽ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഫാമിലി. അതാണ് കുടുംബ ഭരണം എന്ന് പറഞ്ഞാൽ. രാജ്യഭരണം അത് തന്നെയല്ലേ? ജനങ്ങൾക്ക് എന്തെല്ലാം വേണം അതെല്ലാം എന്താണ് നിറവേറ്റി കൊടുക്കലാണ് ഭരണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയോ തെറ്റിദ്ധരിച്ചു പോയി. ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹുബലം ഉപയോഗിച്ച് അടിച്ചിരുത്തലാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. അപ്പോ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സ്ത്രീയുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കണം. വിവാഹമന്ത്രത്തിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ അത് വീണ്ടും നീണ്ടുപോകും. അവിടെ സംരാജ്ഞിയായിരിക്കണം നീ എന്നാണ്. ആ കുടുംബത്തിലെ രാജ്ഞിയായിരിക്കണം. സംരാജ്ഞി ശ്വശുരാംഭവ, സംരാജ്ഞി ശ്വശുരേ ഭവ, നനാന്തരി സംരാജ്ഞി ഭവ, നനാന്തരി സംരാജ്ഞി അതിദേവൃഷു. അമ്മാനച്ഛന്റെ മുന്നിൽ, അമ്മായിയമ്മയുടെ മുന്നിൽ, നാത്തൂമാരുടെ മുന്നിൽ, ഭർത്താവിന്റെ സഹോദരന്മാരുടെ മുന്നിൽ എല്ലാം നീ രാജ്ഞിയായിരിക്കണം. ശം നോ ഭവദ്വിപദേ ശം ചതുഷ്പദേ. നീ എങ്ങനെയായിരിക്കണം? എല്ലാവരിലും, ഇരുകാലികളിലും നാൽക്കാലികളിലും എല്ലാം നീ മംഗളസ്വരൂപിണിയായിരിക്കണം. ഇനി അവളുടെ പ്രത്യേകമായ ചുമതലകൾ പറയാണ്. അർത്ഥസ്യ രക്ഷണേ ചൈനാം വ്യയേ ചൈവ നിയോജയത് ധർമ്മേ അന്നപങ്ക്ത്യ ധർമ്മേ ശൗചേ അന്നപക്ര്യാം ച പാരിണാഹ്യസ്യ വാ ഈക്ഷണേ എന്നാണ് സ്ത്രീക്ക് വീട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേകമായ ചുമതലകള്. അതെന്താണ്? ഈ ഭർത്താവ് ജോലിക്ക് പോയിട്ട് പണമൊക്കെ കൊണ്ടുവരും. പക്ഷേ എന്താണ്? ധനസ്യ രക്ഷണേ, വിത്തസ്യ രക്ഷണം. പണം സൂക്ഷിച്ചു വെക്കുന്നത് സ്ത്രീയുടെ ചുമതല. സൂക്ഷിച്ചു വെക്കൽ മാത്രമല്ല, വ്യയേ ചൈവ നിയോജേ, വ്യയം, അത് ചെലവാക്കലും. പണം സൂക്ഷിച്ചു വെക്കലും ചെലവഴിക്കലും സ്ത്രീയുടെ ചുമതലയാണ്. പിന്നെ ശുചി, വീട് വൃത്തിയായി സൂക്ഷിക്കുക. അന്നപക്രി, അന്നം ഭക്ഷണം ചെയ്യുന്നതിന്റെ ചുമതല അവൾ തന്നെ ഉണ്ടാക്കണം എന്നല്ല, അതിന്റെ ചുമതല അവളുടെ റെസ്പോൺസിബിലിറ്റി കംസ് ടു ഹെർ. പാരിണാഹ്യസ്യ വാ ഈക്ഷണേ,
പരിണാഹി എന്ന് പറഞ്ഞ വിശാലമായത് എന്നാണ്. പരിണാഹിയായ കുടുംബ സ്വത്തിന്റെ ഈക്ഷണവും അവളുടെ ചുമതലയാണ്. അതായത് എസ്റ്റേറ്റിന്റെ മാനേജര് അവളാണ്. അപ്പൊ എന്തായി? വിശാലമായിട്ടുള്ള വളരെ, അത് കാളിദാസൻ ശാകുന്തളത്തിൽ എടുത്തു പറയുന്നുണ്ട്. രാജാവിന്റെ അതിവിപുലമായ സമ്പത്തിനെ രക്ഷിക്കുക, അതുപോലെ തന്നെ കുഞ്ഞിനെ വളർത്തുക, ഈ ചുമതലകളെല്ലാം ഉള്ളപ്പോ നീ എന്നെപ്പറ്റി ഓർക്കുക പോലുമില്ല ശകുന്തള എന്നാണ് പറയുന്നത്. അത് എന്താണ് പറയുന്നത്? ശകുന്തള പറയാം, ഞാനിപ്പോ എപ്പോഴാ ഇനി ഇങ്ങനെ വരിക, എങ്ങനെയാ എപ്പോഴാ അങ്ങേ കാണുക എന്നൊക്കെ, അച്ഛനെ ഇനി എപ്പോഴാ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ അവിടെ ചെന്നാ നീ എന്നെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്. അതുപോലെയാണ്. അങ്ങനെ വരുമ്പോ അവിടെ എന്ത് വേണം? ഷീ ഷുഡ് ബി അസിസ്റ്റഡ് ബൈ സംവൺ എൽസ്. ആരെങ്കിലും ഒരാള് സംരക്ഷണത്തിന് ഉണ്ടാകണം. അത് ഡ്രൈവറോ പാപ്പാനോ ആകണമെന്ന് പറയുന്നതിനേക്കാൾ നല്ല എന്താണ്? ഭർത്താവ് രക്ഷിക്കണമെന്നാണ്. ഇനി അതിന്റെ മറ്റൊരു വശം എന്താണ്? സ്ത്രീ എങ്ങനെയാണ് ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിനോട് പെരുമാറുന്നത്? ചെറുപ്പത്തിൽ അച്ഛൻ രക്ഷിക്കുന്ന പോലെ രക്ഷിക്കണം. അതായത് ഭർത്താവിന്റെ അടുത്ത് മകൾ അച്ഛന്റെ അടുത്ത് പെരുമാറുന്നത് പോലെയും, പിന്നെ എവിടെയാണ് മക്കൾ അമ്മയെ രക്ഷിക്കുന്ന പോലെ, അതായത് വാർദ്ധക്യത്തിൽ അമ്മ മക്കളുടെ അടുത്ത് രക്ഷിതയായിരിക്കുന്ന പോലെയും ഭർത്താവിന്റെ അടുത്ത് അവൾക്ക് പെരുമാറാൻ കഴിയണം. അപ്പോ സ്ത്രീകൾ, നമ്മുടെ നല്ല കുടുംബങ്ങളെ മാത്രം എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യമാരെ എങ്ങനെയാ ഭർത്താവിന്റെ അടുത്ത് പെരുമാറുന്നത്? ചിലപ്പോ അവള് മകളെ പോലെ പെരുമാറും, ഓടി വന്നിട്ട് ചിലപ്പോൾ മടിയിലൊക്കെ ഇരുന്നെന്ന് വരും, അങ്ങനെയൊക്കെ ചെയ്യും. ചിലപ്പോ അമ്മയെ പോലെ ശാസിച്ചു എന്നും വരും. അല്ലാത്തപ്പോ അവൾക്ക് അമുകിയെ പോലെ സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറും. ഈ 3 ഭാവവും ഉണ്ടാകണം എന്നും കൂടിയാണ് ഇതിന്റെ അർത്ഥം. അവളുടെ എല്ലാ ചുമതലകളും അവളുടെ തലയിൽ വെച്ചു കൊടുക്കാതെ അവളുടെ ഈ ചുമതലകൾ നിർവഹിക്കാൻ അവൾക്ക് സഹായകമായി ഭർത്താവ് ഉണ്ടായിരിക്കണം. അതാണ് സ്വതന്ത്രയായിരിക്കരുത്. അവിടെ പ്രത്യേകിച്ച് ഈ നിർവചനവും പറയുന്നു, തന്ത്രതേ ധാര്യതേ കുടുംബം അനേന ഇതി തന്ത്രം എന്നുള്ളതാണ്. അപ്പോ അത് സ്ത്രീയെ പരതന്ത്രയാക്കി വെക്കുന്നു എന്നുള്ള ഒരു ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് മനുസ്മൃതി കത്തിക്കുകവരെ ചെയ്തത്. കത്തിച്ചവർ കാണിച്ചത് അത് വലിയ വിവരക്കേടാണ്, അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കണം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ അങ്ങനെ തോന്നുമ്പോഴേക്കും കൊണ്ടുപോയി കത്തിക്കുകയല്ല ചെയ്യേണ്ടത്. കത്തിച്ചത് വലിയ വിവരക്കേടാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നന്ദി സർ. കുറച്ചൊരു ഓഡിയൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓഡിയൻസ് ഇന്ന് 2 പേരാണ് ചോദിക്കാനുള്ളത്. സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് ഓരോരോ ചോദ്യങ്ങളിൽ ഒതുക്കണമെന്ന് ഞാൻ ഈ ഓഡിയൻസിലുള്ള ആൾക്കാരോട് പറയുകയാണ്. സുജിത്ത് ചോദിച്ചോളൂ. ബേസിക്കലി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യനിൽ ഒതുക്കണം എന്ന് പറഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളതാണ്. ഞാൻ രണ്ടും ചോദിച്ചോളാം, ചെറിയൊരു ആൻസർ മതി. ഒറ്റ ക്വസ്റ്റ്യൻ. ഒന്ന് മനുസ്മൃതിയുടെ ആധികാരികത. ഡോക്ടർ വില്യം ജോൺസ് അത് എഴുതിയപ്പോ എവിടെ അവകാശപ്പെട്ടു? അദ്ദേഹം ഓർഡിനൻസ് ഓഫ് മനു ലോ എന്ന് പറഞ്ഞൊരു പുസ്തകം ബംഗാളില് ഉള്ള ചില ബ്രാഹ്മണ പണ്ഡിതരുടെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് എഴുതി ആണ് പറഞ്ഞത്. ഇത് എവിടെങ്കിലും ഏതെങ്കിലും രാജാക്കന്മാർ ഇതുവരെ ഏതെങ്കിലും നമ്മുടെ ഇപ്പൊ ഏതെങ്കിലും രാജാക്കന്മാര് പുലർത്തിയതായിട്ട് 10-ാം നൂറ്റാണ്ട് വരെ ഏതെങ്കിലും രാജാക്കന്മാര് പുലർത്തിയതായിട്ട് അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അതാണ് മനുസ്മൃതി അനുസരിച്ച് തന്നെയാണ് രാജാക്കന്മാർ. ഇപ്പൊ നമ്മുടെ രാമനും ഭരതനും ഇവരൊക്കെ ഭരിച്ചിട്ടുള്ളത് മനുസ്മൃതി അനുസരിച്ച് തന്നെയാണ്, സ്മൃതി അനുസരിച്ചിട്ട് തന്നെയാണ്. രാമൻ എന്തുകൊണ്ടാണ് ബാലിയെ കൊല്ലുന്നത്? ബാലിയെ കൊല്ലാതിരിക്കാനോ? ബാലിയെ കണ്ടാൽ ബാലി രാമന് വിധേയനായിത്തീരും. എന്തുകൊണ്ടാണ് പിന്നെ ഒളിച്ചു നിന്നിട്ട് അമ്പെയ്തത്? അവിടെ ശരിക്ക് കൃത്യമായിട്ട് സ്മൃതി നിയമം പാലിക്കുകയാണ് ചെയ്തത്. എന്താണ് സ്മൃതി നിയമം? ഒരു ആൾ തൻ്റെ അനുജന്റെ ഭാര്യയെ കൈവശപ്പെടുത്തിയാൽ, ഭാര്യയുമായിട്ട് രമിച്ചാൽ, അവനെ യാജ്ഞവൽക്യം പറയുന്നത് അവന്റെ ലിംഗം ഛേദിച്ചതിന് ശേഷം വധിക്കണമെന്നാണ്. വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ലിംഗം കൊണ്ടൊന്നും ചെയ്യില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും എന്ത് ചെയ്യണം? ലിംഗം ഛേദിച്ചിട്ട് വധിക്കണം എന്നാണ്. അപ്പൊ നോക്കുക, എത്ര ഭീകരമായിട്ടാണത് അവിടെ കൈകാര്യം ചെയ്തത്. കാരണം എന്താണ്? ഇത് ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ല. രാമന് വേണമെങ്കിൽ ഒറ്റ അസ്ത്രം കൊണ്ട് ബാലിക്ക് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ബാലിയെ തീർത്ത് കളയാമായിരുന്നു. പക്ഷെ തീർത്തില്ല. രാമൻ ബാലിയെ അമ്പെയ്ത് വീഴ്ത്തുകയാണ് ചെയ്തത്. വീഴ്ത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബാലിക്ക് പറയാനുള്ളത് പറയണം, രാമന് പറയാനുള്ളത് പറയണം.
അപ്പൊ ബാലി അത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങ് സുഗ്രീവനുമായിട്ട് ഈ സഖ്യം ചെയ്തത്? ബാലിക്ക് മനസ്സിലാവുന്നുണ്ട് സഖ്യത്തിന്റെ പേരിലാണ് തന്നെ വീഴ്ത്തിയതെന്ന്. അങ്ങ് എന്തിനാണ് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തത്? ഞാനുമായിട്ട് സഖ്യം ചെയ്താൽ ഒരൊറ്റ ദിവസം കൊണ്ട് രാവണൻ സീതയെ ഏത് സമുദ്രത്തിന്റെ അടിയിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചാലും ഞാൻ കൊണ്ടുവന്നു തരുമായിരുന്നില്ലേ എന്ന് പറയുന്നു. എന്നെ എന്തിന് കൊന്നു അങ്ങെന്ന്? ബ്രാഹ്മണനോ ക്ഷത്രിയനോ കുരങ്ങന്റെ മാംസം ഭക്ഷിക്കാൻ പാടില്ല, അതിന്റെ അസ്ഥി എടുക്കാൻ പാടില്ല, തൊലി എടുക്കാൻ പാടില്ല, പിന്നെ എന്തിനാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് പഞ്ചനഖ ഭക്ഷ്യ അതൊക്കെ പറയുന്നുണ്ട്. വളരെയേറെ നിയമങ്ങൾ, സ്മൃതി നിയമങ്ങളൊക്കെ അവിടെയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അത് പറഞ്ഞത് ഇതാണ് കാരണം. നീ നിന്റെ അനുജന്റെ ഭാര്യ സ്നൂഷയാണ്. സ്നൂഷ എന്ന് പറഞ്ഞാൽ പുത്രവധുവിനെ പോലെയാണ്. അതുകൊണ്ട് പുത്രവധുവിനെ ഒരാൾ കൈവശപ്പെടുത്തിയാൽ ഇതാണ് നിയമം. അതുകൊണ്ടാണ് നിന്നെ നിഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദശരഥനെ എന്താണ് കൈകേയി വരം ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ കൈകേയി ഒരു വരവും ചോദിച്ചില്ല. ഇത് സൗദായികം എന്ന് പറയുന്ന ഈ കന്യാശുൽക്കം ദശരഥൻ കൈകേയിയെ വിവാഹം ചെയ്യാൻ സമയത്ത് പറഞ്ഞതാണ്. നിർദോഷമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് എന്റെ 2 ഭാര്യമാരിലും മക്കളില്ല, ഇനി ഇവളിൽ ഒരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ അവനുള്ളതാണ് എന്റെ രാജ്യം എന്ന് വിവാഹ സമയത്ത് പറഞ്ഞ ആ വാക്ക് കന്യാശുൽക്കമാണ് എന്നാണ് സ്മൃതിയിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥ അനുസരിച്ച് ദശരഥന് രാമനെ അഭിഷേകം ചെയ്യാൻ അവകാശമില്ല. അപ്പൊ കൈകേയി രാമാഭിഷേകം നടക്കുന്നു എന്ന് കേട്ടപ്പോ തുള്ളിച്ചാടിയ ആളാണ് കൈകേയി. എന്നിട്ട് എന്താണ് മന്ദരയാണ് പറഞ്ഞത്? നരാധിപകുലേ ജാത മഹിഷീത്വം മഹീപതേഹേ ഉഗ്രത്വം രാജധർമാണാം കഥം ദേവി ന ബുദ്ധ്യസേ. നീ ഒരു രാജകുലത്തിൽ ജനിച്ചവള്, ഒരു രാജാവിന്റെ മഹിഷി, എന്നിട്ടും രാജധർമ്മങ്ങളുടെ ഉഗ്രത്വം എന്തുകൊണ്ട് അറിയുന്നില്ല എന്നാണ് മന്ദര ചോദിച്ചത്. മന്ദര ഒരു ചീത്ത സ്ത്രീയല്ല. മന്ദര നല്ല ഒരു എന്താണ് പറയാ രാജ്യതന്ത്രജ്ഞയായ ദാസിയാണ് മന്ദര. അത് പറഞ്ഞപ്പോഴാണ്, ആ ശുൽക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൈകേയിക്ക് ഇത് ഓർമ്മ വന്നത്. അതുകൊണ്ട് അങ്ങേക്ക് ലംഘിക്കാൻ പാടില്ലാത്ത ഈ ലംഘനം അങ്ങ് നടത്തരുതെന്നാണ് കൈകേയി ചോദിച്ചതിന്റെ അർത്ഥം. ഭരതനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. അത് കന്യാശുൽക്കവും അതുപോലെ തന്നെ സ്ത്രീധനവും രണ്ടും ചേരുന്ന സൗദായികം എന്ന സ്മൃതി നിയമമാണ് അവിടെ. ഇത് പറഞ്ഞ കൈകേയി വരം ചോദിക്കുന്ന സമയത്ത് രാമാഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് രാജാക്കന്മാരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. എല്ലാ സമയവും നേരം എടുത്താൽ അഭിഷേക. ഈ സമയത്താണോ ഒരു സ്ത്രീ വരം ചോദിക്കേണ്ടത്? ദശരഥന് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ തന്നെ ദശരഥൻ ചെയ്യേണ്ടതാണ്. ചക്രവർത്തിയാണ്. ഇത്രയും ചക്രവർത്തിമാരെ, രാജാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ആഘോഷം നടക്കാൻ സമയത്ത് നേരം വെളുത്ത ഉടനെ തന്നെ എല്ലാവരും പൊക്കോട്ടാ, രാമന്റെ അഭിഷേകം നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? രാജാവ് എന്താ ചെയ്യേണ്ടത്? രാജധർമ്മവും വ്യക്തിധർമ്മവും വേറെയാണ്. ഉടനെ രാജാവ് എന്ത് ചെയ്യണം? കൈകേയി പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടൂ. ഈ സമയത്തല്ല ചോദിക്കേണ്ടത്. വരം ചോദിക്കണമെങ്കിൽ അതിനും നിയമമുണ്ട്, സമയമുണ്ട്. കാരാഗ്രഹത്തിൽ അടയ്ക്കൂ, അല്ലേ? രാജാവിന് ചക്രവർത്തിയുടെ തീരുമാനം നടക്കട്ടെ എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ട് ചെയ്തില്ല ചക്രവർത്തി? അവിടെയാണ് സ്മൃതിയുടെ നിയമമാണ്. അവിടെ കന്യാശുൽക്കവും സ്ത്രീധനവും സൗദായികമാണ്. അത് തൊടാൻ രാജാവിന് അധികാരമില്ല. രണ്ടാമതൊന്ന്, വിവാഹത്തിന്റെ 7ാമത്തെ ചുവട് വയ്ക്കുന്ന സമയത്ത് സഖാ സപ്തപതി ഭവ, നീ എന്റെ സഖിയാവുക 7ാമത്തെ ചുവടുവെപ്പിലൂടെ. അവിടെ രാജാവും രാജപത്നിയും ഒരേ റാങ്കിലുള്ള ആളുകളാണ്. അതുകൊണ്ട് സഖിയായ അവരുടെ മുന്നിൽ ദശരഥൻ ചക്രവർത്തി ചമഞ്ഞില്ല. പ്രാണൻ പോകുന്ന മനോവേദന അനുഭവിച്ചപ്പോഴും എന്ത് ചെയ്തില്ല? ഭാര്യയുടെ മുന്നിൽ ചക്രവർത്തിയുടെ അധികാരം വിനിയോഗിച്ചില്ല. ഇത് സ്മൃതിവിഹിതമായിട്ടുള്ള നിയമം അനുസരിച്ചിട്ടാണ്. അപ്പോ ഇതിനെ പാലിച്ച രാജാക്കന്മാരുണ്ടല്ലോ, ഉണ്ട്. സുജിത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആളിലേക്ക് പൊക്കോട്ടെ. അല്ല, ഞാൻ ചോദിച്ചതേ, ഇന്ന് പ്രിന്റ് ചെയ്തിട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ കോപ്പി നമുക്ക് കിട്ടുന്നതെല്ലാം ഈ വില്യം ജോൺസന്റെ ഒരു പുസ്തകമാണ്. അതിനകത്ത് വലിയ രീതിയിൽ ഈ ഹെജിമോണിയൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ആധികാരികമായിട്ട് എന്തെങ്കിലും ഒരു മാനുസ്ക്രിപ്റ്റോ ഒരു സാധനങ്ങളോ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അല്ലാതെ മനുവിന് നിയമം ഇല്ലെന്നോ മനുവിന്റെ നിയമങ്ങൾ ഇവിടെ ഇല്ലാന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അത് അധികാരം കൈയാളിയ ആളുകള് അവരുടെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ അവര് കൊണ്ടു നടന്നു, എഴുതി ചേർത്തു. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകളില്ലാതെയായി. അതുകൊണ്ട് എന്തായി? അതങ്ങനെ കൊണ്ടു നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വ്യാഖ്യാനത്തിന് എതിരൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞതിലെ പദങ്ങളുടെ അർത്ഥം മാത്രമാണ് ഞാൻ
പറഞ്ഞത്. അപ്പൊ അതുങ്ങളുടെ അർത്ഥം പറയുമ്പോൾ അത് ആ നിയമം അങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ അത് മറ്റൊന്നാണെന്ന് പറയും. അതുകൊണ്ടാണ് അതൊക്കെ പല പല ആളുകൾക്കും ഇതിനെ നിന്ദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് അങ്ങനെ ആ വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടു നടന്നെന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം സ്മൃതിയിൽ ഈ ടെക്സ്റ്റ് ഉണ്ട്. അപ്പൊ തന്നെയല്ല, അതിന് ആധാരം എന്താണ്? അത് ഇവിടെയാണ്, വേദമാണ്. നമ്മുടെ ഭരണഘടന പോലെ ആ വേദവും കൂടെ ഇത് പറയുമ്പോൾ എന്ത് പറ്റില്ല? ഇപ്പോ അഗ്നിസാക്ഷി എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ലേ? അഗ്നിസാക്ഷി വായിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് ആ കുട്ടിയുടെ പേരെന്താ? രാധാ നായർ. ആ കുട്ടിക്ക് അച്ഛനെ തൊടാൻ അവകാശമില്ല എന്ന് പറയുന്നു. അതാണോ നിയമം? അല്ല. കുട്ടിക്ക് എന്ത് ചെയ്യാം? അച്ഛന്റെ മേൽ താതന്റെ മേൽ കയറി മറിഞ്ഞു ഏറ്റം സ്വാതന്ത്ര്യമോടെ പലമട്ടിൽ ആ കുട്ടിക്ക് കളിക്കാവുന്നതേ ഉള്ളൂ. ആ വിധത്തിലാണ് നിയമം, അല്ലേ? സഹ ജീവന്നേവ സ ശൂദ്രത്വം ആശു ഗച്ഛതി സാന്വയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിലെ നിയമം. അപ്പൊ നിയമത്തിന്റെ വശങ്ങൾ കാണാതെ ഇല്ലേ? അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. ജയേഷ്, ഞാൻ വേഗം അടുത്തടുത്ത ആളിലേക്ക് പോവാണ്. ജയേഷ്, ചോദിച്ചോളൂ. നമസ്തേ ജി. നമസ്തേ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മഹത്തമായ വേദങ്ങൾ, വേദം, പുരാണം, ഇതിഹാസം, ഇത്തരം കാര്യങ്ങളൊന്നും ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനതയ്ക്ക് ഇന്ന് ചെറുപ്പം മുതൽ എല്ലാ ക്ഷേത്രങ്ങളിലും പഠിക്കാനോ അറിയാനൊന്നും അങ്ങനെ ശീലവും ഇല്ല, അതിനുള്ള അവസരവും ഇല്ലാതായി. അതുകൊണ്ട് മഹാഭൂരിപക്ഷം ആളുകളും, വളരെ കുറച്ചു പേരല്ലാതെ ബാക്കിയുള്ളവരുന്ന് അറിയുക പോലും ചെയ്യാത്ത രീതിയിലാണ് വളരുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ സനാതന ധർമ്മത്തോടുള്ള ഒരു എന്താ പറയാ, ഒരു വിവേചനമല്ലേ? എന്താണ് അത് അങ്ങനെ ഒരു വിവേചനം തന്നെയാണ്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് എപ്പോഴും ജീവിതായോധനമാണ്. ജീവിക്കണം ഇവിടെ. അതിന് കുട്ടികൾക്ക് നല്ല ജോലി കിട്ടണം, നന്നായി പഠിക്കണം. അതിന് ഇത് പഠിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് എന്ത് പറ്റില്ല? ജീവിതത്തില് അവർക്ക് വിജയം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, സ്കൂളിൽ പഠിക്കുക, ഫുൾ A+ മേടിക്കുക, ഇതൊക്കെയായി അവരുടെ ലക്ഷ്യം. അപ്പൊ അതിന് പുറമെ ഇപ്പൊ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പറയുകയാണ്, ഇപ്പൊ പൂജാരി പറയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾ പറയാണ്, കുട്ടികളെ ഇങ്ങോട്ട് വിടൂ കുറച്ചു നേരം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ചിലപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ചിലപ്പോൾ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി 9ാം ക്ലാസ്സിലെ കുട്ടിയാകുമ്പോൾ വരെ വിടും. 10ാം ക്ലാസ്സിലാകുമ്പോൾ പറയും, ഔ സാർ 2-3 കൊല്ലം വിട്ടാലേ, ഇനി ഉപദ്രവിക്കരുത് കേട്ടോ എന്നാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായ ഒരു തിരുമേനിയോട് പറഞ്ഞത് ഇനി ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉപദ്രവമായിരുന്നു എന്നും കൂടിയാണ് അതിന്റെ അർത്ഥമേ. അപ്പൊ ആളുകളുടെ മനോഭാവം മാറ്റാൻ നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാനൊക്കെ തയ്യാറുള്ള ആളുകൾ ധാരാളം ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ ആയി പോകുന്ന ഒരു വിവേചനം അവിടെ വന്നു പോകുന്നു. പിന്നെ ചിലര് ചില പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ ഇതിനെ വല്ലാതെ നിന്ദിച്ച് താഴ്ത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. താങ്ക് യു ജയേഷ്. സുജിത്ത്, ഒരു ചോദ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, വേഗം ചോദിച്ചോളൂ. ആ ക്വസ്റ്റ്യന് ഈ ഹെജിമോണി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ബ്രാഹ്മിൻ ഏറ്റവും ടോപ്പില്, പിന്നെ ശൂദ്രാസ് ഏറ്റവും താഴെ എന്ന് പറയുന്നത് നമ്മളൊരു 13ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഭരണം വരുന്ന സമയത്ത് പല സ്ഥലത്തും കാണുന്നുണ്ട്. അത് ഇവരിൽ അഷ്റഫി, അജ്ലഫി, അഷ്റൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും ഔട്ട്കാസ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിയും നമ്മൾ ഇസ്ലാമിന്റെ തുടക്കം മുതൽ കാണുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഇവര് 12ാം നൂറ്റാണ്ട് മുതൽ ഭരിച്ചു വന്നപ്പോൾ അത് ഭരണപരമായിട്ട് തന്നെ, ഇപ്പൊ സിയാവുദ്ദീൻ ഭരണീയ ചരിത്രകാരനാണ് 13ാം നൂറ്റാണ്ടില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു കൺസിഡറേഷൻ അവർ കൊടുക്കുന്നുണ്ടെന്ന്. അതായത് ഈ തട്ടായിട്ട് ഒരു പിരമിഡിക്കൽ ഷേപ്പിലാണ് ആൾക്കാരെ അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണാൻ പറ്റും. പിന്നീട് പോർച്ചുഗീസുകാരും അവരൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒരു ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്, അതിന്റെ കുട്ടികളും സ്ത്രീകളും നെക്സ്റ്റ് ഒരു അടുത്ത കാസ്റ്റ് പോലെ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇവിടേക്ക് കയറി വരുമ്പോൾ അവരുടെ ഒരു ഐഡിയോളജി തന്നെ ഒരു പിരമിഡിക്കൽ ഷേപ്പ് ആയിരുന്നു. ഇതല്ല ഇവർ ശരിക്കും ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് നമ്മളിലും കണ്ടത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിവിടെ ഇപ്പൊ ആ പിരമിഡിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ശരിയാ. കാരണം എന്താന്ന് വെച്ചാല് ബ്രാഹ്മണര് ഏറ്റവും കുറവ് മതി, ഇല്ലേ? ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്ന ധാർമ്മിക വിഷയങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ഒരാചാര്യനുണ്ടായാൽ മതി. ഒരാചാര്യനുണ്ടായാൽ ഒരു സമൂഹത്തിൽ കുറെ ആളുകളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും കുറവ് വേണ്ടത് ആചാര്യന്മാരാണ്, അതായത് ബ്രാഹ്മണന്മാരാണ്. അതുകൊണ്ട് ബ്രാഹ്മണന്മാരെ ഏറ്റവും കുറവായിട്ട് ഇരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ക്ഷത്രിയരാണ്, കുറെ കൂടെ കൂടുതൽ വേണം. അവിടെ രാജാവ് മാത്രം പോരാ, രാജാവും ഓരോ പ്രവിശ്യയെ ഭരിക്കാനുള്ളതായ രാജകുമാരന്മാർ വേണം, അല്ലെങ്കിൽ യുവരാജകുമാർ വേണം. അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യാനുള്ള ആളുകളൊക്കെ വേണം. അപ്പൊ അവരെക്കാൾ കുറെ കൂടെ കൂടുതൽ ഇവർ വേണം. അപ്പൊ എണ്ണത്തിൽ കൂടുതൽ ഏറ്റവും കുറവ് ബ്രാഹ്മണൻ, അതിനേക്കാൾ കുറെ കൂടെ കൂടുതൽ ക്ഷത്രിയനുണ്ട്, അതിനേക്കാൾ കൂടുതൽ വേണം കൃഷി ചെയ്യാൻ ധാരാളം ആൾ വേണം, കച്ചവടം ചെയ്യാനും ആളുകൾ വേണം. അപ്പൊ വൈശ്യന്മാര് കുറെ കൂടെ കൂടുതൽ വേണം.
അത് കഴിഞ്ഞാൽ മാനുവൽ ലേബർ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് സ്കിൽ വേണ്ടാത്ത ആ തൊഴിൽ ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ വേണം. അതുകൊണ്ട് ശൂദ്രന്മാരെ എല്ലാവരും അതിൽ ധാരാളം ശൂദ്രന്മാരുണ്ടായി. അപ്പൊ പൊതുവിൽ നമുക്ക് ഈ റയർ ആയിട്ടുള്ളതിനോട് നമുക്കൊരു ബഹുമാനം കൂടുതലുണ്ട്. റയർ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ വളരെ റയറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണനെ കൂടുതൽ ബഹുമാനത്തോടു കൂടി ആളുകൾ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്കിപ്പോ ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിയാലും പുരോഹിതന്മാരുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ പുരോഹിതൻ ബഹുമാനിക്കപ്പെടുന്ന പോലെ വേറെ ഒരിടത്തും ബഹുമാനിക്കപ്പെടുന്നില്ല. നമ്പൂതിരിയോട് ഹിന്ദുവിന് എത്ര ബഹുമാനമുണ്ടോ അതിന്റെ 100 ഇരട്ടി ബഹുമാനമുണ്ട് ഒരു പുരോഹിതനോട് ക്രിസ്ത്യാനികൾക്ക്. ഒരു കുറവായിരിക്കുമ്പോൾ തന്നെ ആ ഒരു നമ്മൾ പറയുന്ന സ്കേഴ്സിറ്റി വാല്യൂ നമ്മൾ പറയില്ലേ, അതുപോലെ കുറവായിരിക്കുന്ന അവരോട് കൂടുതൽ കാണിച്ചു. പിന്നെ അവർ കുറച്ചും കൂടെ തേജസ്വികളായിരുന്നു. അങ്ങനെ അവരുടെ ജീവിത ശൈലി കൊണ്ടൊക്കെ കുറെ കൂടെ ഇപ്പൊ വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളെ പോലെ ആവില്ല, അല്ലെങ്കിൽ വളരെ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുന്ന സോൾജറെ പോലെ ആയിരിക്കില്ല ഒരു ബ്രാഹ്മണന്റെ രീതി. പൊതുവിൽ പ്രതികൂലതകളോട് മല്ലിടേണ്ടാത്ത ഒരു ജീവിതമായതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചുകൂടെ തേജസ്വിയായിട്ട് കാണപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആളുകളെ ബഹുമാനിക്കാൻ തുടങ്ങിയെന്നല്ലാതെ സ്മൃതി അനുസരിച്ചിട്ട് അങ്ങനെ പറയുന്നില്ല. അവിടെ പിന്നെ ബ്രാഹ്മണനെ കൊല്ലരുത് എന്ന് പറയുന്നു, കൊന്നു കളയരുത്. അങ്ങനെ അദ്ദേഹം വലിയ വലിയ കുറ്റമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നാട് കടത്തുക എന്നാണ് പറഞ്ഞിട്ട്, കൊന്നു കളയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബ്രാഹ്മണൻ മദ്യപാനം ചെയ്താൽ അവിടെ അദ്ദേഹത്തെ കുടിപ്പിക്കേണ്ട ഒരു പാനീയത്തെ പറ്റി പറയുന്നുണ്ട്. ആ പാനീയം എന്താണ്? അരി കൊണ്ട് അതിനെ തിളപ്പിച്ചുണ്ടാക്കുന്ന ഒരു പാനീയമാണ്. സ്വർണത്തിന്റെ നിറമാക്കിയിട്ട് ചൂട് കൊണ്ട് സ്വർണ്ണ നിറമാക്കിയ ആ പാനീയം കുടിപ്പിക്കണമെന്നാണ്. അത് കൊല്ലുന്നതിനേക്കാളും എത്രയോ ഭയാനകമാണ്. ഒരു അമ്പ് കൊണ്ടോ വെടിവെച്ചോ കൊല്ലുന്നതിനേക്കാൾ എത്ര ഭയാനകമാണത്. അപ്പൊ ഒട്ടും അതിൽ നിന്ന് എല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ നിന്ദിക്കുന്നവരെപ്പോഴും ബ്രാഹ്മണ ഈ കൊല്ലാൻ പാടില്ലാത്ത എന്ത് ചെയ്താലും കൊല്ലാൻ പാടില്ല, എന്ത് തോന്നിയ ദിവസം കാണിക്കാം, അതുപോലെ ആരുടെ പെണ്ണിനെ വേണം കെട്ടാന്ന് പറഞ്ഞിട്ട് ആള് പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു എലിമിനേഷൻ ആണ്. എന്താണ്? ബ്രാഹ്മണ കുലത്തിൽ നിന്ന് ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം ചെയ്തിട്ട് അങ്ങനെ നിൽക്കുക, അല്ലാത്ത ആള് ക്ഷത്രിയ കുലത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ജീവിച്ചോട്ടെ എന്നാണ്, എലിമിനേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ എല്ലാവരെയും സ്വീകരിക്കാമെന്നല്ല, ഒറ്റ ഭാര്യ തന്നെ പാടുള്ളൂ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഉഭയധുരൗ വന്യരാഭിബ്ധമാനോ അന്തര്യോനേവ ചരദിദ്വിജാനിഹി. അത് വേദത്തിൽ പറയുന്നതാണ്. ഒന്നിൽ കൂടുതൽ പെണ്ണിനെ കെട്ടിയ ആൾ എന്താണ്? നുഖം വെച്ച കാളയെ പോലെയാണ്. രണ്ടു ഭാഗത്തു നിന്നും നുഖത്തിന്റെ കുറ്റികൾ വന്ന് അവനെ അതിൽ എന്താണ് വീർപ്പുമുട്ടിച്ച് നിയന്ത്രിച്ച് നിർത്തുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ഇതുപോലെയാണ് ഒന്നിൽ കൂടുതൽ പെണ്ണ് കെട്ടിയവന്റെ സ്ഥിതി എന്ന് ഇവിടെ പറഞ്ഞൊരു വേദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കെട്ടരുതെന്ന് നിർബന്ധിച്ച് പറയല്ല, കെട്ടിയാൽ ഇതാണ് സ്ഥിതി കേട്ടോ, അവിടെ ഒഴിവാക്കിക്കോളൂ എന്ന് വേദം തന്നെ പറയുന്നുണ്ട്. അപ്പോ ഒരു എലിമിനേഷൻ പ്രോസസ്സാണ് ഏത്? ശൂദ്ര സ്ത്രീയും വേണമെങ്കിൽ ആകാം, എന്നിട്ട് അതിനനുസരിച്ച് ജീവിച്ചോളൂ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും. എന്റെ ഭാഗത്ത് 2 ചോദ്യമുണ്ട്, വിധി ചേച്ചിയുടെ ഒരു ചോദ്യമുണ്ട്. 3 ചോദ്യങ്ങളിൽ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ജാതി വ്യവസ്ഥയുടെയോ അല്ലെങ്കിൽ ഈ വർണ്ണവ്യവസ്ഥയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒന്നാണ് പുരുഷ സൂക്തം. പുരുഷ സൂക്തം കൊണ്ടിട്ടും അതിനെ ചെയ്യാറുണ്ട്. സാർ, അത് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് അതിന്റെ എന്താണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്നൊന്ന് പറയാമോ? പുരുഷ സൂക്തം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത്ത് എന്ന് തുടങ്ങുന്നു. അതില് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇത് പറയുന്നത്. പദ്ഭ്യാം ശൂദ്രോ അജായത എന്നത്. ആ ചോദ്യം യത് പുരുഷം വ്യദതുഹു കതിഥാ വ്യകൽപയൻ മുഖം കിമസ്യ കൗബാഹു കാ ഊരു പാദ ഉച്ഛേദേ എന്നൊരു ചോദ്യമുണ്ട് അതില് പുരുഷ സൂക്തത്തില്. പലരും പുരുഷ സൂക്തം ചൊല്ലുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇത് ഇവിടെ പറയുന്നത് ദേവന്മാരുടെയും ഋഷിമാരുടെയും ഒരു യജ്ഞം കൊണ്ട് അവരെന്താണ്, അവരൊരു പുരുഷനെ, ഒരു വിരാട് പുരുഷനെ അവർ ഉണ്ടാക്കിയെടുത്തു എന്നാണ്. അതിനെക്കുറിച്ച് ചോദിക്കാം. യത് പുരുഷം വ്യദതുഹു, ഇങ്ങനെ ഒരു വിരാട് പുരുഷൻ ഉണ്ടായല്ലോ, ആ പുരുഷന്റെ മുഖം കിം അസ്യ, ചോദ്യം ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ മുഖം എന്താണ്? കൗബാഹു, ആ പുരുഷന്റെ കയ്യുകൾ ഏതൊക്കെയാണ്? കാ ഊരു എന്നുള്ള കൗ ഊരു എന്നാണ് സന്ധി ചേരുമ്പോ കാ ഊരു എന്ന് വരുന്നതാ. ഊരുക്കൾ ഏതൊക്കെയാണ്? പാദ ഉച്ഛേദേ, ഏതൊക്കെയാണ്
അദ്ദേഹത്തിന്റെ പാദങ്ങളായിട്ട് പറയുന്നത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോ ബ്രാഹ്മണോ അസ്യ മുഖം ആസീത് ബാഹു രാജന്യകൃതഃ ഊരു തദസ്യ യദ്വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. ഇതാണ്. അപ്പോ ആ പുരുഷന്റെ മുഖം എന്താണ്, കൈകൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഊരുക്കൾ ഏതൊക്കെയാണ്, പാദം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നാകാൻ പറ്റില്ല. അങ്ങനെ അല്ല താനും. അത് മനസ്സിലാകണമെങ്കിൽ വെറും വിഭക്തി പഠിച്ച 5ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചാൽ മതി. എന്താണ് പറയുന്നത്? എന്താണ്? ബ്രാഹ്മണ അസ്യ മുഖം ആസീത്. ബ്രാഹ്മണൻ ഇവന് മുഖമായി എന്നാണ്. മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായിരുന്നല്ല. ബ്രാഹ്മണ അസ്യ മുഖം ആസീത്. ബ്രാഹ്മണൻ അവന് മുഖമായി തീർന്നു. ബാഹു രാജന്യകൃതഃ. രാജന്യ രാജന്യ രാജകുലത്തിൽ പിറന്നവൻ. രാജകുലത്തിൽ പിറന്നവൻ കൃതഃ എന്താക്കപ്പെട്ടു? ബാഹു കൃത. ബാഹു എന്ന 2 കൈകൾ. അവന് അപ്പൊ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവൻ അവന് കൈകളായി തീർന്നു. കൈകളാക്കി എന്നാണ്. കൃതഃ ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പൊ പാസീവ് പാർട്ടിസിപ്പിയലാണ്. ബാഹു രാജന്യകൃതഃ. ഇനി ഊരു തദസ്യ യദ് വൈശ്യഃ. അവന് ഊരു എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതായി തീർന്നു വൈശ്യൻ. പദ്ഭ്യാം ശൂദ്രോ അജായത. കാലുകളിൽ നിന്ന് ശൂദ്രനുണ്ടായി. അപ്പൊ ശൂദ്രൻ കാലുകളിൽ നിന്നുണ്ടായി. എല്ലാ ജനങ്ങളും ശൂദ്രരായി അവന്റെ കാലുകളിൽ നിന്ന് ഉണ്ടായി. അതിൽ എന്താണ്? അതിൽ അവന്റെ ബ്രാഹ്മണനെ മുഖമാക്കി തീർത്തു. അതായത് എങ്ങനെ? ശൂദ്രോ ബ്രാഹ്മണതാമേതി. ബ്രാഹ്മണ്യം പ്രാപിച്ച ശൂദ്രനെ, ബ്രാഹ്മണനെ അവൻ മുഖമാക്കി തീർത്തു. അതായത് വക്താവാക്കി തീർത്തു. നമുക്കിന്ന് പാർട്ടികൾക്കൊക്കെ വക്താക്കളുണ്ട്, ഔദ്യോഗിക വക്താക്കളുണ്ട്. അങ്ങനെ അത് ആരായിരിക്കണം? സാമർഥ്യമുള്ളവനായിരിക്കണം, നുണ പറയാത്തവനാകണം. അങ്ങനെയുള്ള ആളെയാണ് വക്താവാക്കുക. അപ്പൊ ബ്രാഹ്മണൻ അവന് മുഖമായി തീർന്നു. ഇനി ബാഹുബലമുള്ളവൻ രാജന്യഹ. പട്ടാളത്തിലേക്ക് എല്ലാവരും എടുക്കല്ല. ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോയാൽ എന്നെ പട്ടാളത്തിലൊന്നും എടുക്കില്ല. എന്ത് വേണം? അതിനുള്ള ബലമുള്ളവനെയാണ് എടുക്കുക. അപ്പോ ബലമുള്ളവനായ ക്ഷത്രിയനെ രാജൻ എന്താക്കി തീർത്തു? കൈകളാക്കി തീർത്തു. ആ പുരുഷന്റെ കൈകളാക്കി തീർത്തു എന്നർത്ഥം. ഇനി ഊരുക്കൾ ആരെയാണ് ആക്കി തീർത്ത്? വൈശ്യനെ. ഊരു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ടിവിറ്റിയുടെ സിമ്പലാണത്. പ്രൊഡക്ഷനാണ് ഊരുവിൽ നിന്നുണ്ടാകുന്നത്. അപ്പോ എന്താണ്? പ്രവർത്തിക്കാൻ കഴിവുള്ളവന്, ഉത്പാദനശേഷിയുള്ളവനായിട്ടുള്ള വൈശ്യനെ ഊരുവാക്കി തീർത്തു. ഇനി കാലിലാണ് എല്ലാം നിലനിൽക്കുന്നത്. കാലിലാണ് എല്ലാറ്റിലെയും നിലനിർത്തുന്നത് കാലാണ്. അങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പിൻ്റെതായ ഉപാധി ആർക്കാണ്? പാദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടായത്. അത് തുറന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട്. ചന്ദ്രമാ മനസ്സോ ജാതഃ ചക്ഷോ സൂര്യോ അജായത എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 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 പദ്ഭ്യാം ഭൂമിരജായത. ഭൂമി പോലും ഉണ്ടായത് കാലുകളിൽ നിന്നാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോ കാലിൽ നിന്നുണ്ടായി എന്നുള്ളത് ഒരു അധിക്ഷേപവും അർഹിക്കുന്ന ഒന്നല്ല. എല്ലാവരും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വളരെ വളരെ ഭംഗിയായിട്ട് സാർ അത് പറഞ്ഞു തന്നു. കാരണം ഈ സാധാരണ സംസ്കൃതം ആൾക്കാർക്ക് അതിന്റെ ഗ്രാമർ ശരിക്കും അറിയാത്തത് കൊണ്ട് പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനത് എഴുതി വെച്ച് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചത്, അതൊന്ന് വിശദീകരിക്കാനായിട്ട് പറഞ്ഞത്. എന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. പൊതുവെ നമ്മളിപ്പം സെമിറ്റിക് മതങ്ങളാണെങ്കിലും അതല്ലാതെ ഇതുള്ളാണെങ്കിലും പൊതുവെ ഒരു വിശ്വാസമുണ്ട് ചോദ്യം ചെയ്യാനായിട്ടുള്ള അനുവാദം ഇല്ല എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അനുവാദമില്ല. പൊതുവെ സെമിറ്റിക് മതങ്ങൾ ചോദ്യങ്ങൾ അധികം എന്റർടൈൻ ചെയ്യാറില്ല. ഹിന്ദുധർമ്മം പൊതുവെ സാറിന്റെ ഇതനുസരിച്ചിട്ട് ഈ ചോദ്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ എങ്ങനെയാണ് അത് കാണുന്നത്? ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ അവകാശം നൽകുന്നത് ഹിന്ദുമതമാണ്, ഹിന്ദുയിസമാണ്. പ്രശ്നോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്ത് തന്നെയുണ്ട്. ആ ഉപനിഷത്തിൽ ഗുരുനാഥൻ പറയുന്നത് ശിഷ്യന്മാർക്ക് വലിയൊരു അനുവാദം കൊടുക്കാണ്. നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, യഥാമതി അഹം എന്താണ് വദിഷ്യാമി. എന്റെ ബുദ്ധി അനുസരിച്ച് ഞാൻ പറയാം. നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നോട്
ചോദിച്ചോളൂ. പിപ്പലാദ മഹർഷിയാണ് പറയുന്നത് ശിഷ്യന്മാരോട്, എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ. ഇനി ഇതിന്റെ മറ്റൊരു പതിപ്പ് നമ്മൾ ഉപനിഷത്തിൽ കാണുന്നു. ഇത് ഉപനിഷത്താണ് കേട്ടോ, പ്രശ്നോപനിഷത്ത്. ഉപനിഷത്തുക്കളാണ് ഈ ഹൈന്ദവ ദർശനത്തിന്റെ എന്താണ് ഫിലോസോഫിക്കൽ എന്താണ് സബ്സ്ട്രാറ്റം ആണ് എന്ത് ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപനിഷത്തിലെ ബൃഹദാരണ്യക ഉപനിഷത്തിലെ അവിടെ വലിയ ഒരു ബ്രഹ്മജ്ഞനുണ്ട്. ആരാണ്? ജനക മഹാരാജാവ്. സീതയുടെ അച്ഛനായിട്ടുള്ള ജനക മഹാരാജാവ് വലിയ ബ്രഹ്മജ്ഞനാണ്. അദ്ദേഹം കേകയ രാജാവും ബ്രഹ്മജ്ഞനാണ്. കേകയ രാജാവിന്റെ അടുത്ത് ബ്രാഹ്മണന്മാർ പോയിട്ട് അഗ്നിവിദ്യ പഠിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അയ്യോ നിങ്ങൾ ബ്രാഹ്മണന്മാര് ഈ ക്ഷത്രിയന്റെ അടുത്താണോ പഠിക്കാൻ വരുന്നത്? ആർക്കറിയാന്ന് വെച്ചാൽ അവിടെ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടുന്നും പഠിക്കാം. വേദം വരെ ആപത്കാലത്ത് ശൂദ്രന്റെ അടുത്തുനിന്ന് പഠിക്കാവുന്ന നിയമമുണ്ട് കേട്ടോ. ശൂദ്രന്റെ അടുത്തുനിന്ന് വേദം പഠിക്കാവുന്ന നിയമമുണ്ട്. അപ്പൊ ശൂദ്രൻ ഇപ്പൊ കേട്ട ശൂദ്രന്റെ ഒക്കെ കാതില് ഈ ഒരുക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നടക്കും? ഇല്ല, അതിരിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ സമഗ്രമായിട്ട് കാണുന്നില്ല. ഒരു ഹോളിസ്റ്റിക് കാഴ്ചപ്പാട് നമുക്ക് ഇല്ലാതിരിക്കുന്നതിന്റെ കുഴപ്പമാണത്. ഇനി ഈ യാജ്ഞവൽക്യൻ എന്താണ് ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഒരിക്കൽ ഈ ജനക മഹാരാജാവ് വലിയ പാരിതോഷികങ്ങൾ കൊടുക്കണം. അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം കിട്ടണം. അതിന് ആളുകളോട് ചോദിക്കണം. അപ്പൊ ബ്രഹ്മജ്ഞാനികൾ വരണം. വരുത്താൻ വേണ്ടി അദ്ദേഹം ആ പ്രാവശ്യം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു ഓഫർ വെക്കുകയാണ്. ഈ പ്രാവശ്യം ബ്രഹ്മജ്ഞനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് വലിയ പാരിതോഷികമാണ് കൊടുക്കുന്നത്. വലിയൊരു കൂട്ടം പശുക്കൾ. ആ പശുക്കളുടെ കൊമ്പിലും കുളമ്പിലും സ്വർണം കെട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പാരിതോഷികമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം നിർത്തിയിരിക്കുന്നു. അങ്ങനെ അവിടെ ബ്രഹ്മജ്ഞന്മാരൊക്കെ വന്നു. ജനകൻ പറഞ്ഞു, ആദ്യം തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയ ബ്രഹ്മജ്ഞൻ ഈ പശുക്കളെ കൊണ്ടുപോയിക്കൊള്ളുക. കൊണ്ടുപോയതിന് ശേഷമേ എന്തെയുള്ളൂ ഈ ബ്രഹ്മജ്ഞൻ ആരാണെന്ന് തീരുമാനിക്കുള്ളൂ. അല്ലാണ്ട് ആദ്യം ജൂറി നിശ്ചയിച്ചതിന് ശേഷം കൊടുക്കല്ല. നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആരും കൊണ്ടുപോകുന്നില്ല. അപ്പോ യാജ്ഞവൽക്യൻ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പശുക്കളെ നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയി. അപ്പൊ പലരും പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പല ചോദ്യങ്ങൾ ചോദിച്ചു. അവിടെ യാജ്ഞവൽക്യനെ ഏതാണ്ട് മുട്ടുകുത്തിക്കുന്നത് പോലെയുള്ള ഒരു ചോദ്യം ചോദിച്ചത് ഗാർഗിയാണ്. ഗാർഗി എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം അതൊരു സ്ത്രീയാണ്. ഗാർഗി വേദമന്ത്രങ്ങൾ ദർശിച്ചവരിൽ തന്നെ ധാരാളം സ്ത്രീകളുണ്ട്. അവരെ ഋഷികമാർ എന്നാണ് പറയാ. പക്ഷെ പലയിടത്തും അവരെ ഋഷി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചത് ഋഷി എന്ന് പറഞ്ഞാൽ വെറും താടിയും തലയും നരച്ച താടിയും ഒക്കെ വീട്ടിലുള്ള ആളുകളാണെന്നാണ് പലരും വിചാരം. അതിൽ ധാരാളം ഋഷികമാരുണ്ട്. അതിലൊരു ഋഷികയാണ് ആരാണ്? ഗാർഗി, മൈത്രേയി, സൂര്യ, പിന്നെ സൂര്യ, ജുഗു, ഇങ്ങനെ ഋഷികമാര് ധാരാളമുണ്ട്. അപ്പൊ അതില് ഈ ഗാർഗി ചോദിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ ഇത് ഓതപ്രോതങ്ങളായി എന്തിലെല്ലാം വർത്തിക്കുന്നു എന്ന് ചോദിച്ച് അവസാനം ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നവരെ ചോദിക്കുന്നുണ്ട് ഗാർഗി. അവിടെ എത്തി പിന്നെയും ഗാർഗി ചോദിക്കാൻ തുടങ്ങുമ്പോ യാജ്ഞവൽക്യൻ പറയുന്നുണ്ട്, ഗാർഗി ഇനി നീ ചോദിക്കരുത്, നിന്റെ ചോദ്യം കേട്ട തല വീണു പോകും എന്ന് പറയുന്നുണ്ട്. അത് ചിലരത് പറയുന്നുണ്ട് ഗാർഗിയെ ശപിച്ചു എന്ന്. ഗാർഗിയെ ശപിച്ചോന്നല്ല, നിന്റെ ചോദ്യം അത്ര വലുതാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും യാജ്ഞവൽക്യൻ ഗാർഗിക്ക് എത്ര വാത്സല്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. യത്തു ഏതത് ഗാർഗി അവിദിത്വ അസ്മാൽ ലോകാത് പ്രൈതി സ കൃപണഃ. യത്തു ഗാർഗി ഏതത് ജ്ഞാത്വ അസ്മാൽ ലോകാത് പ്രൈതി സ ബ്രാഹ്മണഃ. ഈ ബ്രഹ്മതത്വം അറിയാതെ ഈ ലോകത്ത് നിന്ന് പോകുന്നത്. ഗാർഗി ഗാർഗി എന്ന് വിളിച്ചിട്ടായി പറയുന്നത്. എന്തുകൊണ്ടാ? വാത്സല്യം കൊണ്ടാണ്. അപ്പോ അവിടെ ഈ ചോദ്യം ഇവിടെ ബ്രഹ്മം വരെ എത്തിയാൽ പിന്നെ അതിലപ്പുറമില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലാതെ ഗാർഗിയെ ശപിച്ചു എന്നൊക്കെ ചിലർ പറയുന്നത്. ഇനി ചോദിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. ഗാർഗി പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അതല്ല, തല തെറിക്കുന്ന വിധത്തിലുള്ള ചോദ്യമാണ് നീ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ പറയാണ് ഈ ബ്രഹ്മജ്ഞാനം അവിദിത്വ കെ ഗാർഗി അവിദിത്വ യഹ അസ്മാൽ ലോകാത് പ്രൈതി സ കൃപണഃ. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ലോകത്ത് നിന്ന് പോകുന്ന ആളാണ് കൃപണൻ. കൃപണൻ എന്ന് പറഞ്ഞാല് അറിഞ്ഞുകൂടാത്തവൻ. അർജുനൻ പറയുന്നില്ലേ, കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന് അർജുനൻ പറയുന്നുണ്ടല്ലോ ഗീതയില്. അതാണ് കൃപണന്റെ ഭാവം. അപ്പൊ ഇത് അറിഞ്ഞുകൂടാത്തവനാണ് കൃപണൻ. യസ്തു ഏതത് ജ്ഞാത്വ അസ്മാൽ ലോകാത് പ്രൈതി സ ബ്രാഹ്മണഃ. ഇത് മനസ്സിലാക്കി ഈ ലോകത്തിൽ നിന്ന് പോയവനാണ് ബ്രാഹ്മണൻ. അപ്പൊ ബ്രാഹ്മണന്മാരിന്ന് ജീവിച്ചിരിക്കില്ലേ?
ലോകത്തിൽ നിന്ന് പോയവൻ എന്ന് പറഞ്ഞാൽ ശരിയായ ബ്രഹ്മവിദ്യ അഭ്യസിച്ച് ലൗകിക കാര്യങ്ങളിൽ വിരക്തി വന്നിട്ട് ഡിറ്റാച്ച്മെന്റ് വന്നിരിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ. അതാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോ ഈ വിധത്തിൽ ചോദ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ എവിടെയുണ്ട്? ചാന്തോഗ്യോപനിഷത്തിലുണ്ട്, പ്രശ്നോപനിഷത്തിലുണ്ട്, ബൃഹദാരണ്യകോപനിഷത്തിലുണ്ട്. ചോദ്യങ്ങൾക്കൊരു പരിധിയില്ല. അപ്പൊ ചോദിക്കാനുള്ള അവകാശം നൽകുന്ന വലിയൊരു ദർശനമാണ് എവിടെയുള്ളത്? ഈ സനാതനധർമ്മത്തിൽ ഉള്ളത്. ചോദിക്കാം, ഏത് അതോറിറ്റിയെയും ചോദിക്കാം. ഈവൻ ദ്രൗപദി വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദ്രൗപദി എവിടെ? ദ്രൗപദിയെ മുടി പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ദ്രൗപദിയെ കൊണ്ടുവരാനായിട്ട് ആദ്യം സൗദാതികയാണ് വിടുന്നത്. അയാൾ ചെന്നത് എങ്ങനെയാ? ദ്രൗപദി, ആ തേജസ് ഓർക്കുന്ന സ്ത്രീയുടെ, ദ്രൗപദിയുടെ അന്തഃപുരത്തിലേക്ക് ഇയാൾ ചെന്ന് കയറിയത് എങ്ങനെയാണ്? സിംഹത്തിന്റെ അളയിൽ നായ കയറുന്നത് പോലെ എന്നാണ്. പേടിച്ച് ചെന്ന് അവിടെ ചെന്നിട്ട് അവിടുന്ന് അയാൾ പുറത്തു പോയത് വേണമെന്നുണ്ടെങ്കിൽ അന്ന് തോക്കുണ്ടായിരുന്നെങ്കിൽ വ്യാസം പറയുമായിരുന്നു തോക്കിൽ നിന്ന് ഉണ്ട പോകുന്നത് പോലെ അയാൾ പുറത്തേക്ക് പോയെന്ന് ചിലപ്പോ പറഞ്ഞു പോയെനിക്ക. അവിടെ ചെന്നപ്പോ ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത് പറഞ്ഞപ്പോ അദ്ദേഹം ദ്രൗപദി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ചക്രവർത്തി സ്വയം പണയം വെക്കുന്നതിന് മുൻപ് എന്നെ പണയം വെച്ചിരുന്നു, ഇത് ചോദിച്ചിട്ട് വരൂ എന്നാണ്. സദസ്സിൽ ചോദിക്കൂ, ഇത് ചോദിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞപ്പോ അയാൾ അവിടുന്ന് പോയ പോക്ക് എങ്ങനെയായിരിക്കണം? ദ്രൗപദിയുടെ ചോദ്യത്തിന്റെ ശക്തിക്ക് അയാൾ തോക്കിൽ നിന്ന് ഉണ്ട പോകുന്ന പോലെ പോയിട്ടുണ്ടാവണം. അപ്പൊ അത്രയ്ക്ക് സ്ത്രീകൾ ഉൾപ്പെടെ ദ്രൗപദിയുടെ ആ ചോദ്യം കൗരവസഭയിൽ വളരെ നേരത്തെ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാവുകയാണ് അവിടെ ചെയ്തത് നഷ്ടം. അവസാനം ദ്രൗപദിക്ക് വരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവിടെ വിടുന്നത്. എന്റെ ഭർത്താക്കന്മാരെ മോചിപ്പിച്ചാൽ മതി, എനിക്ക് വരമൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഈ നിലപാട് തന്നെയാണ് കൈകേയി എടുത്തത്. 2 വരം ചോദിച്ചപ്പോ എന്റെ ഭർത്താവുള്ളപ്പോ എനിക്ക് ഒരു വരവും വേണ്ടെന്നാ പറഞ്ഞത്. ഈ വരങ്ങളെ പറ്റി തന്നെ ഇനി ഒരുപാട് നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറമുള്ള വലിയ ഒരു ഫിലോസോഫിക്കൽ സ്പിയർ തന്നെ അതിന്റെ മുകളിലുണ്ട്. തീർച്ചയായിട്ടും സമയം നീണ്ടു പോകുന്നു. അതുകൊണ്ട് ഞാൻ വേഗം വിദ്യ ചേച്ചിക്ക് മൈക്ക് കൈമാറുകയാണ്. സർ, ഒരു 2-part ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഉപനയനത്തിന്റെ സമയത്ത് ശൂദ്രാസിന് ഉപനയനം ഇല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അഥവാ ഒരു ശൂദ്രൻ ഇഫ് ഹി വാണ്ട്സ് ടു ഡു വേദിക് സ്റ്റഡീസ്, അത് പുള്ളി ആത്മാർത്ഥമായിട്ട് ഇഫ് ഹി വാണ്ട്സ് ടു ഡു ഇറ്റ്, അത് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇസ് ദാറ്റ് റോങ് തിങ്? പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് സർ. ഈ മറ്റേ എവ്രി വൺ ഇസ് ബോൺ എ ശൂദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യാഖ്യാനം തുടങ്ങുന്ന സമയത്ത് ഹാവ് യു ഫേസ്ഡ് any kind of opposing narratives and how did you tackle it? അതായത് എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത് എന്നാണ്. അതായത് പ്രത്യേകമായിട്ടുള്ള വർക്ക് സ്കില്ല് ആർക്കുമില്ല. ഒരു പ്രത്യേകമായ ഫീൽഡിലുള്ള സ്കില്ലില്ല. എല്ലാവർക്കും അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര സുദുർലഭ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ്യനല്ലാതെ ഒരു പുരുഷനും ഇല്ല, ഒരു മനുഷ്യനുമില്ല. പുരുഷൻ എന്ന് പറയുന്നത് ആണിനെ ഉദ്ദേശിച്ചല്ല, ആണും പെണ്ണും ഉൾപ്പെടെയാണ് പുരുഷ എന്ന് പറയുന്നത്. അപ്പോ അയോഗ്യരായിട്ട് ഒരാളുമില്ല. യോജകസ്തത്ര സുദുർലഭ. എന്നാൽ റൈറ്റ് പേഴ്സൺ ഇൻ ദി റൈറ്റ് പൊസിഷൻ, അതിന് പറ്റിയ മാനേജേരിയൽ സ്കില്ലുള്ള ആളുകളാണ് കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനേജേരിയൽ സ്കില്ല് അതെന്താണ്? റൈറ്റ് പേഴ്സൺ ഇൻ റൈറ്റ് പൊസിഷൻ. എല്ലാ മനുഷ്യനും നമ്മൾ പറയാറില്ലേ ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. വലിയൊരു ഫിലോസഫി അതിന്റെ പിന്നിലുണ്ട്. ഒരാളുടെ കഴിവല്ല വേറൊരാൾക്ക്. അപ്പോ അവിടെ എല്ലാവരും ജനിക്കുന്നത് ഒരേപോലെയാണ്. പിന്നീട് അവരിൽ അവരുടെ സ്കില്ല് കാണുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? കൂടുതൽ ഉയർന്ന നിലകളിലേക്ക് അവരെ മാറ്റുന്നത്, നിയോഗിക്കുന്നത്. അതില്ലാത്ത ആൾ വീണ്ടും ഇതിൽ തന്നെ തുടരുന്നു. ഇനി മുകളിലേക്ക് പോയ ആളും അതിന്റെ ആ സ്ഥാനത്തിന്റെ മഹിമയനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ വീണ്ടും എന്ത് ചെയ്യപ്പെടും? തിരിച്ചു തന്നെ ശൂദ്രതയിലേക്ക് തന്നെ പ്രാപിക്കും എന്നാണ്. അതാണ് ശൂദ്രതാമേതി ബ്രാഹ്മണ എന്ന് പറഞ്ഞിട്ടുള്ളത്. യസ്തു അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബ്രാഹ്മണൻ വേദം പഠിപ്പിക്കുക, ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പണി. യസ്തു വേദം അനധീത്യ അന്യത്ര കുരുതേ മനഃ ജീവന്നേവ സ ശൂദ്രത്വം ആശു ഗച്ഛതി സാന്വയ എന്നാണ്. ഒരാൾ നമ്മൾ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അയാൾ വേദം പഠിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാതെ അയാൾ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായി നടക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യപ്പെടും?
അയാൾ തരം താഴ്ത്തപ്പെടും, ശൂദ്രതയിലേക്ക് തന്നെ വരും. ബ്രാഹ്മണത്തിൽ നിന്ന് ഭ്രഷ്ടനായാൽ ശൂദ്രനാണ്, അല്ലാതെ ക്ഷത്രിയനോ വൈശ്യനോ ആയി ഇടയ്ക്ക് തങ്ങുകയില്ല. ഞെട്ടറ്റാൽ താഴെ തന്നെ നിബന്ധിക്കും. അതാണ് ഒരു സംശയം എന്ന് എനിക്ക് തോന്നുന്നു. ആ സംശയത്തിന് നിവൃത്തിയായെന്ന് വിചാരിക്കട്ടെ. ഓ, അത് സംശയം തീർന്നോ? അതെ അതെ സർ, അതെ ആ, സർ. ആ. ഇനി ഇയാള് പഠിക്കണമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സത്യകാമന്റെ കാര്യം പറഞ്ഞത്. അമ്മയോട് പോയിട്ടാണ് പറഞ്ഞത് എനിക്ക് വേദം പഠിക്കണം. അമ്മ എന്താ പറഞ്ഞത്? നീ പോയിട്ട് പഠിച്ചോളാനാണ് പറഞ്ഞത്. അല്ല എന്താ പറഞ്ഞില്ല? നിന്റെ കാതില് ഈ മുരുക്കി ഒഴിക്കാവരുന്ന് പറഞ്ഞില്ല, അങ്ങനെ ഒഴിച്ചതുമില്ല. അപ്പോ അത് തന്നെ എന്താണ് അവിടെ പഠിക്കാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട്. അതാണ് വാൽമീകിയും പറഞ്ഞത്, ശൂദ്രഹ പഠൻ മഹത്വമീയാത്. പഠിച്ചിട്ട് ശൂദ്രൻ എന്തായി തീരട്ടെ? മഹത്വമുള്ളവനായി തീരട്ടെ. വേറെ ചില ആളുകൾ പറയുന്നുണ്ട് ശൂദ്രം അക്ഷര സംയുക്തം ദുരിത പരിവർജ്യ എന്ന് പറയാറുണ്ട്. അതെങ്ങനെയാണപ്പോ പഠിച്ചിട്ട് മഹത്വമുള്ളവനായി തീരട്ടെ എന്ന് പറയുമ്പോ എങ്ങനെയാണ് അവൻ എന്തായിത്തീരുന്നത്? ദൂരെ പരിവർജനം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഈ സത്യകാമൻ ആരെങ്കിലും ദൂരെ പരിവർജിച്ചോ? വിദൂര പരിവർജിച്ചോ? ആരെയും പരിവർജിച്ചില്ല. അതൊക്കെ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ദുർവ്യാഖ്യാനങ്ങളാണ്. അല്ലാതെ എന്തിനാ അത്രയൊക്കെ പോകുന്നേ? മലയാള ഭാഷയുടെ പിതാവ് നമ്മൾ പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു ചക്കാര നായർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എണ്ണയാട്ടി വിൽക്കലാണ് തൊഴില്. അദ്ദേഹത്തെ കളിയാക്കാനായിട്ട് ആളുകൾ ചോദിച്ചു, തുഞ്ചന്റെ ചക്കിൽ എത്ര ആടും? അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു? 4ഉം 6ഉം ആടും. അതായത് 4 വേദങ്ങളും 6 വേദാംഗങ്ങൾ അഥവാ ശാസ്ത്രങ്ങൾ, അതും അദ്ദേഹത്തിന് നന്നായി അറിയാം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും, അനാചാരങ്ങളുടെ കാലം എന്ന് നമ്മൾ പറഞ്ഞു നടക്കുമ്പോഴും, അതല്ല എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ളതായ വെള്ളി നക്ഷത്രങ്ങൾ അഥവാ സുവർണ നക്ഷത്രങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. Absolutely brilliant, sir. Thank you so much, Ravi. തീർച്ചയായിട്ടും അത് കേട്ട് മതിയായില്ല. പക്ഷേ നമ്മളിപ്പോ ഏതാണ്ട് 2.5 മണിക്കൂറിനടുത്ത് എത്തി നിൽക്കുകയാണ്. കാരണം നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ അത് കേട്ടിരിക്കുന്ന ഞങ്ങൾക്കൊട്ടും ബോറടിക്കുന്നില്ല. അതുപോലെ സാറും വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടും ഇരിക്കുന്നു. എന്നാലും നമ്മളത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സാറ് തീർച്ചയായിട്ടും ഇനിയും പുതിയ വിഷയങ്ങളുമായിട്ട് ഞങ്ങളുടെ കൂടെ ചേരണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് സാർ പോകുന്നതിന് മുമ്പ്. കാരണം വളരെയധികം വിഷയങ്ങൾ സാർ ഇപ്പൊ സംസാരിച്ചതിന്റെ ഉള്ളിൽ തന്നെ പല വിഷയങ്ങളും നമ്മൾ അധികം ഗഹനമായിട്ട് സംസാരിക്കാതെ വിട്ടുകളഞ്ഞു. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സംവദിച്ചതിൽ വളരെ വളരെ സന്തോഷം. വിദ്യ അഭിപ്രായം? I was feeling very emotional, Francis sir. നമുക്ക് ഇത്രയും so beautifully you have explained, and അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് അതും അതെ മനസ്സിലാവണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ആൻഡ് യു ഹാവ് മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഡിഫിക്കൽട്ട് ടോപ്പിക്. അതിന്റെ ഒരു സ്ക്രീൻ ക്ലിയർ ചെയ്ത് തന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോ തോന്നുന്നത്. ഐ എം ഫീലിംഗ് റിയലി ഇമോഷണൽ അബൌട്ട് ഇറ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കൂടെ ഇനിയും യു മസ്റ്റ് കം ആൻഡ് ഹാവ് മോർ സെഷൻസ് വിത്ത് us. My sincere prayers. Thank you, sir. താങ്ക് യു. ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എല്ലാവരും കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ താങ്ക്സ് അങ്ങോട്ടാണ് പറയേണ്ടത്. ശരി, കൈൻഡ് ഓഫ് യു. വളരെ നന്ദി സർ.